ശബരിമല സന്നിധാനത്തെ സ്വർണ്ണപ്പാളികൾ കടത്തിയതുമായി ബന്ധപ്പെട്ട വിവാദപരമായ കൊള്ളക്കേസ് കേരളത്തിലെ ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തെ പിടിച്ചുലച്ച ഒന്നാണ്. ഈ കേസിൽ മലയാളത്തിന്റെ പ്രിയതാരം ജയറാം ഒരു നിർണായക സാക്ഷിയായി മാറുന്നു എന്ന വാർത്ത സംഭവത്തിന് പുതിയൊരു മാനം നൽകിയിരിക്കുകയാണ്. കേവലം ഒരു മോഷണ കേസ് എന്നതിലുപരി പവിത്രമായ ആചാരങ്ങളെയും വിശ്വാസങ്ങളെയും മുൻനിർത്തി എങ്ങനെ വലിയ സാമ്പത്തിക തട്ടിപ്പുകൾ നടത്താം എന്നതിന്റെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. ശബരിമല ശ്രീകോവിലിന്റെ അറ്റകുറ്റപ്പണികൾക്കായി പുറത്തെത്തിച്ച സ്വർണ്ണപ്പാളികൾ സ്വകാര്യ വ്യക്തികളുടെ വീടുകളിലും മറ്റും എത്തിച്ച് പൂജകൾ നടത്തിയെന്ന കണ്ടെത്തൽ സത്യമാണെന്ന് തെളിയിക്കുന്നതാണ് നടൻ ജയറാമിന്റെ മൊഴി. ചെന്നൈയിലെ താരത്തിന്റെ വസതിയിൽ വെച്ച് പ്രത്യേക അന്വേഷണ സംഘം രേഖപ്പെടുത്തിയ ഈ മൊഴി കേസിലെ മുഖ്യപ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരെയുള്ള ഏറ്റവും ശക്തമായ തെളിവ്. 4 പതിറ്റാണ്ടായി ശബരിമല ദർശനം മുടങ്ങാതെ നടത്തുന്ന ഒരു വ്യക്തിയാണ് ജയറാം. ഈ കാലയളവിൽ സന്നിധാനത്ത് വെച്ചുള്ള പരിചയമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. ഭക്തനും നടനുമായ ജയറാമിനെ സംബന്ധിച്ചിടത്തോളം ശബരിമലയുമായി ബന്ധപ്പെട്ട എന്തിനോടും വൈകാരികമായ ഒരു അടുപ്പമുണ്ട്. ഈ വിശ്വാസത്തെയാണ് പ്രതികൾ തങ്ങളുടെ ഗൂഢലക്ഷ്യങ്ങൾക്കായി ഉപയോഗിച്ചത്. ശബരിമലയിലെ സ്വർണ്ണപ്പാളികൾ തന്റെ വീട്ടിലെത്തിച്ച് പൂജ നടത്തിയാൽ കുടുംബത്തിന് വലിയ ഐക്യം ഉണ്ടാകുമെന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി ജയറാമിനെ വിശ്വസിപ്പിച്ചു. ഇതൊരു തട്ടിപ്പാണെന്ന് തിരിച്ചറിയാതെയാണ് താരം ഇതിന് സമ്മതം മൂളിയത്. ചെന്നൈയിലെ ജയറാമിന്റെ വീട്ടിലേക്ക് സന്നിധാനത്ത് ഇരിക്കേണ്ട സ്വർണ്ണപ്പാളികൾ എത്തിച്ചിരുന്നുവെന്ന് അദ്ദേഹം മൊഴി നൽകിയിട്ടുണ്ട്. കേവലം ജയറാമിന്റെ വീട്ടിൽ മാത്രമല്ല, ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസ് എന്ന സ്ഥാപനത്തിൽ നടന്ന പൂജയിലും താരം പങ്കെടുത്തിരുന്നു. 2019 നടന്ന ഈ ചടങ്ങുകളുടെ ദൃശ്യങ്ങൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. സ്വർണ്ണപ്പാളികൾ കൂടാതെ ദ്വാരപാലക ശില്പവും ഇത്തരത്തിൽ പൂജകൾക്കായി കൊണ്ടുപോയിട്ടുണ്ട്. കോട്ടയം ഇളമ്പള്ളി ക്ഷേത്രത്തിലെ ഘോഷയാത്രയിൽ പങ്കെടുത്ത കാര്യവും ജയറാം അന്വേഷണ സംഘത്തോട് സമ്മതിച്ചു. അന്വേഷണത്തിന്റെ തുടക്കത്തിൽ തന്നെ ജയറാമിന് ഈ തട്ടിപ്പിൽ പങ്കില്ലെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായോ മറ്റ് പ്രതികളുമായോ താരത്തിന് യാതൊരുവിധ സാമ്പത്തിക ഇടപാടുകളും ഉണ്ടായിരുന്നില്ല. ഭക്തിയുടെ പേരിൽ നടന്ന ഒരു ചടങ്ങിൽ പങ്കെടുക്കുക മാത്രമാണ് അദ്ദേഹം ചെയ്തത്. സ്വർണ്ണപ്പാളി വീട്ടിലെത്തിച്ചതിനോ പൂജ നടത്തിയതിനോ അദ്ദേഹം പണം നൽകുകയോ കൈപ്പറ്റുകയോ ചെയ്തിട്ടില്ല. താൻ വഞ്ചിക്കപ്പെടുകയായിരുന്നുവെന്ന് ബോധ്യപ്പെട്ടതോടെ കോടതിയിൽ മൊഴി നൽകാൻ അദ്ദേഹം തയ്യാറാവുകയായിരുന്നു. അയ്യന്റെ മുതൽ കട്ടിട്ടുണ്ടെങ്കിൽ അവർ ശിക്ഷിക്കപ്പെടണം എന്ന ജയറാമിന്റെ നിലപാട് കേസിൽ പ്രോസിക്യൂഷന് വലിയ ആത്മവിശ്വാസം നൽകുന്നുണ്ട്. കേസിലെ മറ്റൊരു പ്രതിയായ മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാർ ഇപ്പോൾ ജാമ്യത്തിനായി ശ്രമിക്കുകയാണ്. റിമാൻഡ് കാലാവധി 90 ദിവസം പൂർത്തിയായ സാഹചര്യത്തിലാണ് സ്വാഭാവിക ജാമ്യം തേടി അദ്ദേഹം കൊല്ലം വിജിലൻസ് കോടതിയെ സമീപിക്കുന്നത്. ദേവസ്വം ബോർഡിന്റെ നിർദ്ദേശങ്ങൾ പാലിക്കുക മാത്രമാണ് താൻ ചെയ്തതെന്നാണ് അദ്ദേഹത്തിന്റെ വാദം. എന്നാൽ ഒന്നാം പ്രതിയായി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അവസ്ഥ മറിച്ചാണ്. ജയറാമിന്റെ സാക്ഷിമൊഴി പുറത്തു വന്നതോടെ സ്വർണ്ണപ്പാളികൾ അനധികൃതമായി കടത്തി എന്നതിന് നേരിട്ടുള്ള തെളിവായി അത് മാറി. ഇത് പോറ്റിയുടെ ജാമ്യ ബാധ്യതകളെ പ്രതികൂലമായി ബാധിക്കും. ഈ കേസ് ഉയർത്തുന്ന ഏറ്റവും വലിയ ചോദ്യം ശബരിമല പോലുള്ള പവിത്രമായ ഇടങ്ങളിലെ ഭരണനിർവഹണത്തെ കുറിച്ചാണ്. അറ്റകുറ്റപ്പണികൾക്കായി പുറത്തെത്തിക്കുന്ന സ്വർണവും മറ്റ് വിലപിടിപ്പുള്ള വസ്തുക്കളും കർശനമായ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ച് മാത്രമേ കൈകാര്യം ചെയ്യാവൂ. എന്നാൽ ഇവിടെ ഉദ്യോഗസ്ഥരും പൂജാരിമാരും ചേർന്ന് ഈ വസ്തുക്കൾ സ്വകാര്യ പ്രദർശനത്തിനും പൂജയ്ക്കുമായി ഉപയോഗിച്ചു എന്നത് ഗൗരവകരമായ കുറ്റമാണ്. ജയറാമിനെ കൂടാതെ ഗായകൻ വീരമണി ഉൾപ്പെടെയുള്ള പ്രമുഖരും ഈ പൂജകളിൽ പങ്കെടുത്തതായി വിവരമുണ്ട്. ഇരുവരുടെ മൊഴികൾ രേഖപ്പെടുത്തുന്നതോടെ കേസ് കൂടുതൽ ശക്തമാകും. സ്വർണത്തിന്റെ അളവിൽ കുറവ് വന്നിട്ടുണ്ടോ എന്ന കാര്യത്തിൽ വിജിലൻസ് വിശദമായ പരിശോധന നടത്തി വരികയാണ്. സന്നിധാനത്തെ സ്വർണത്തിന്റെ കണക്കെടുപ്പ് പൂർത്തിയാകുന്നതോടെ തട്ടിപ്പിന്റെ വ്യാപ്തി ഇനിയും വർദ്ധിക്കാൻ സാധ്യതയുമുണ്ട്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് കേവലം പണത്തിനു വേണ്ടിയുള്ള ഒരു കവർച്ചയല്ല, മറിച്ച് വിശ്വാസത്തെ മൂലധനമാക്കി നടത്തിയ വലിയൊരു ഗൂഢാലോചനയാണ്. ജയറാമിനെ പോലുള്ള ഒരു സെലിബ്രിറ്റിയെ സാക്ഷിയാക്കാൻ കഴിയുന്നത് കേസിലെ തെളിവുകളുടെ വിശ്വസ്തത വർദ്ധിപ്പിക്കും. നിയമ നടപടികൾ എത്രത്തോളം വേഗത്തിൽ പൂർത്തിയാക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും ശബരിമലയിലെ വിശുദ്ധി വീണ്ടെടുക്കാനുള്ള ശ്രമങ്ങളും. വിശ്വാസികളുടെ കണ്ണു നിറയ്ക്കുന്ന ഇത്തരം പ്രവർത്തികൾ ചെയ്തവർക്ക് അർഹമായ ശിക്ഷ തന്നെ അനുഭവിക്കണമെന്നാണ് ഭക്തസമൂഹം ആഗ്രഹിക്കുന്നത്.